ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം കേവല യുദ്ധം മാത്രമല്ല, മലയാളികൾ ഉൾപ്പെടെ ലോകത്തിലെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന സാമ്പത്തിക ആഘാതം കൂടിയാണ്. ഒരു തരത്തിൽ ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തുടങ്ങിവെച്ചത് ലോകത്തെ സാമ്പത്തിക കുഴപ്പത്തിലേക്ക് നയിക്കുന്ന സാമ്പത്തിക യുദ്ധം കൂടിയാണ്. എണ്ണവില വർധനവും ഓഹരി വിപണി തകർച്ചയും അതിൻ്റെ സൂചനകൾ മാത്രമാണ്. യുദ്ധം നീണ്ടുപോയാൽ പ്രത്യാഘാതം വലുതാകും. ഈ യുദ്ധം ലോകത്തെ ഭയപ്പെടുത്തുന്നതിന് പ്രധാന കാരണം ഹോർമുസ് കടലിടുക്കാണ്. ലോകത്തെ പ്രതിദിനം വിപണനം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 20%, അതായത് ഏകദേശം 21 മില്യൺ ബാരൽ, LNGയുടെ 25% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ കപ്പൽ പാതയിലൂടെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഈ പാത അതീവ നിർണായകമാണ്. ഇന്ത്യയുടെ 40% എണ്ണ ഇറക്കുമതിയും 54% LNG ഇറക്കുമതിയും ഇതുവഴിയാണ്. ഇനി മലയാളികളെയും കേരളത്തെയും സംബന്ധിച്ചാണെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ യുദ്ധമെന്ന് പറയാം. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. തൊഴിൽ നഷ്ടം മുതൽ സുരക്ഷ വരെ മലയാളി പ്രവാസികളുടെയും കുടുംബങ്ങളുടെയും ആശങ്കയായി മാറുകയാണ്. ഇറാനെതിരായ അധിനിവേശത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഇറാൻ ഹോർമുസ് കപ്പൽ പാത തടസ്സപ്പെടുത്തിയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $70 മുതൽ $80 വരെ വിലയുള്ള എണ്ണവില $120 മുതൽ $150 വരെയാകുമെന്ന് ഗോൾഡ്മാൻ സാക്സ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% പശ്ചിമേഷ്യയിൽ നിന്നാണ്. എണ്ണവിലയിൽ $1 വർദ്ധിച്ചാൽ പോലും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ അത് $2 ബില്യൺ, അതായത് ഏകദേശം 16,000 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാക്കും. എണ്ണവില കൂടുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുന്നത് രൂപയുടെ മൂല്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സ്ഥിതിഗതികൾ ഗൗരവതരമായി തുടരുകയാണെങ്കിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91 മുതൽ 93 രൂപ വരെ താഴാൻ സാധ്യതയുണ്ടെന്നാണ് HDFC ബാങ്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിനുമപ്പുറം വ്യാപാര കമ്മി ഉയർത്തുന്ന വലിയ ഭീഷണിയുണ്ട്. എണ്ണവിലയിലെ ഓരോ $10 വർധനവും ഇന്ത്യയുടെ വ്യാപാര കമ്മി മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് GDPയുടെ 0.5% വർദ്ധിക്കാൻ കാരണമാകും. ഇത് രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കും. ലബനൻ, ഇസ്രായേൽ മേഖലകളിൽ സംഘർഷം പടരുന്നത് മെഡിറ്ററേനിയൻ കടൽ വഴിയുള്ള വ്യാപാരത്തെയും പ്രതികൂലമായി ബാധിക്കും. യുദ്ധം രൂക്ഷമാകുന്നതോടെ ചരക്കു നീക്കത്തിൻ്റെ ചെലവും കുതിച്ചുയരും. ഇന്ത്യയിലേക്കുള്ള രാസവള ഇറക്കുമതിയുടെ ഭൂരിഭാഗവും വരുന്നത് ഈ ഗൾഫ് പാതയിലൂടെയാണ്. ഇത് കൃഷി ചെലവ് കൂട്ടുകയും ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവ് കാരണമാകുകയും ചെയ്യും. ആക്രമണ ഭീതിയിൽ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുന്നതോടെ ചരക്ക് ഗതാഗത ചെലവ് കുത്തനെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശത്തു നിന്ന് വരുന്ന മരുന്നുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, രാസവളങ്ങൾ എന്നിവയ്ക്ക് വൻ വിലക്കയറ്റം ഉണ്ടായേക്കും. പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചാൽ എല്ലാ അവശ്യ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരും. ഇറാൻ്റെ തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെ ബാധിച്ചാൽ ആഗോള വ്യോമഗതാഗതവും പ്രതിസന്ധിയിലാകും. യുദ്ധ സാഹചര്യത്തിലുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥയിൽ നിക്ഷേപകർ പണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണമടക്കമുള്ളവയുടെ വില ഉയരാൻ ഇത് കാരണമായേക്കും. നിലവിൽ സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലാണ്. യുദ്ധം നീണ്ടു നിന്നാൽ സ്വർണ്ണവില 10% വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിക്ഷേപകരുടെ പിൻവാങ്ങൽ ഓഹരി വിപണിയിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ബഹുരാഷ്ട്ര IT കമ്പനികളുടെയും ബാങ്കുകളുടെയും ഓഹരികൾ ഇടിയാൻ ഇത് കാരണമായേക്കും. ഇന്ത്യയെപ്പോലുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്നത് രൂപയുടെ മൂല്യം തകരാൻ കാരണമായേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇങ്ങനെ രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ ഇറക്കുമതി ചെലവ് വീണ്ടും വർദ്ധിക്കുകയും വീണ്ടും പണപ്പെരുപ്പം രൂക്ഷമാവുകയും ചെയ്യും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില ഉയരുന്നതിലേക്ക് നയിക്കും. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഗൾഫ് യുദ്ധമെന്ന് പറയാം. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ആക്രമണ വാർത്തകളിൽ പ്രവാസികളുടെ കുടുംബങ്ങൾ വളരെ വലിയ ആധിയിലാണ്. പലരുടെയും വിവരങ്ങൾ അറിയാൻ ഫോണിൽ ബന്ധപ്പെടാൻ പോലും ആവാത്ത സാഹചര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പണമിടപാടുകൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. ഉപഭോഗം, വിദ്യാഭ്യാസം, വീട് നിർമ്മാണം, ചെറുകിട വ്യാപാരങ്ങൾ, ബാങ്കിംഗ്, നിക്ഷേപങ്ങൾ എല്ലാം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗൾഫിൽ യുദ്ധമുണ്ടാകുന്നത് തൊഴിൽ സുരക്ഷയെയും ശമ്പള പ്രവാഹത്തെയും ബാധിക്കും. ഇത് മലയാളികളെ കൂടുതൽ ഞെരുക്കത്തിലാക്കും. യുദ്ധം തുടർന്നാൽ പ്രവാസികളുടെ മടങ്ങിവരവിന് കാരണമായേക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട്. 1990 ഗൾഫ് യുദ്ധകാലത്ത് ഉണ്ടായതുപോലെ അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് ആളുകൾ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ചുരുക്കത്തിൽ ഇറാനെതിരായ US-ഇസ്രായേൽ യുദ്ധം ഒരു പ്രാദേശിക തർക്കമല്ല, അത് ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും മേലുള്ള കടന്നുകയറ്റമാണ്.
സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബദൽ ഊർജ്ജ സ്രോതസ്സുകളെയും പുതിയ വ്യാപാര പാതകളെയും ആശ്രയിക്കേണ്ടി വരും. ഹോർമുസ് കടലിടുക്കിലെ ഓരോ മിസൈൽ ആക്രമണവും ഇന്ത്യയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെയാണ് മുറിവേൽപ്പിക്കുന്നത്. സുരക്ഷിതമായ എണ്ണശേഖരം ഇന്ത്യക്കുണ്ടെങ്കിലും യുദ്ധം നീണ്ടുനിന്നാൽ അത് സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുമെന്ന് സാരം.